Find the coordinate of the point which divide the line joining the points 1, 2 and 7, 5 in the ratio 2:1. നമ്മളൊരു ലൈന് വരച്ചിട്ടുണ്ട്. എ കോർഡിനേറ്റ് 1, 2, ബി കോർഡിനേറ്റ് 7, 5. അതിനെ നമ്മൾ ടോട്ടൽ 3 പീസാക്കി. അതിൽ 2 പീസ് ഇവിടെയും 1 പീസ് ഇവിടെയും ഉണ്ട്. ഇതിനെ നമ്മൾ 2:1. ജനറലി നമുക്കതിനെ m:n എന്ന് പറയാം. ഈ 2 പീസാണ് m, 1 പീസാണ് n. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളൊരു പോയിന്റ് പി എടുക്കുകയാണെങ്കിൽ ഈ കട്ട് ചെയ്ത പോയിന്റ് ആണ് കേട്ടോ, രണ്ടാക്കി മുറിച്ചല്ലോ, രണ്ടും ഒന്നും ആക്കി മുറിച്ച ഈ പി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പി എന്ന കോർഡിനേറ്റിന് ഒരു എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, ഒരു വൈ കോർഡിനേറ്റ് ഉണ്ടാവുമല്ലോ. പി എക്സ് കാണാൻ എ എക്സ് പ്ലസ് എം ബൈ എം പ്ലസ് എൻ ഇൻറ്റു ബി എക്സ്, ബിയുടെ എക്സ്, എക്സ് മൈനസ് എയുടെ എക്സ്. പി വൈ കാണാനാണെങ്കിൽ എ വൈ പ്ലസ് എം ബൈ എം പ്ലസ് എൻ ബി വൈ മൈനസ് എ വൈ. സിമ്പിൾ ഇക്വേഷൻ ആണ്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷനും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവും. ഇവിടെ പി എക്സ് ആണ് ഫസ്റ്റ് കാണുന്നത്. പി എക്സ് എന്ന് പറഞ്ഞാൽ എ എക്സ് എന്ന് പറഞ്ഞാൽ എയുടെ എക്സ് കോർഡിനേറ്റ് അത് 1 പ്ലസ് എം ബൈ എം പ്ലസ് എൻ, എം ഈസ് 2 ബൈ എം പ്ലസ് എൻ 2 പ്ലസ് 1 ഇൻറ്റു ബി എക്സ്, ബിയുടെ എക്സ് കോർഡിനേറ്റ് ദാറ്റ് ഈസ് 7 മൈനസ് എയുടെ എക്സ് കോർഡിനേറ്റ് ദാറ്റ് ഈസ് 1. അപ്പോൾ നമുക്കിവിടെ 1 പ്ലസ് 2 ബൈ 2 പ്ലസ് 1 ഇൻറ്റു 7 മൈനസ് 1. നോക്കിയേ, 1 പ്ലസ് 2 ബൈ 3 ഇൻറ്റു 6 എന്നാ വരിക. 7 മൈനസ് 1 ഈസ് 6. ഈ 6ഉം 3യും ക്യാൻസലായി. 6ൽ 3 2 ടൈംസ് ആണ്. 2 ഇൻറ്റു 2 ഈസ് 4, 4 പ്ലസ് 1 ഈസ് 5. അങ്ങനെയാണ് അത് കിട്ടിയത്. ഇനി പി വൈ കാണാനോ സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം എ വൈ, എയുടെ വൈ കോർഡിനേറ്റ് ദാറ്റ് ഈസ് 2 പ്ലസ് എം ബൈ എൻ 2 ബൈ 3 എൻ ഇൻറ്റു ബി വൈ, ബിയുടെ വൈ കോർഡിനേറ്റ് 5 മൈനസ് എയുടെ വൈ കോർഡിനേറ്റ്. അപ്പോൾ നമ്മളിവിടെ 5 മൈനസ് 2 ദാറ്റ് ഈസ് 3. അപ്പോൾ 3യും ക്യാൻസലായി. 2 പ്ലസ് 2 ഈസ് 4. അപ്പോൾ നമുക്ക് ഇവിടെ പി എന്നുള്ളതിൻ്റെ കോർഡിനേറ്റ് 5 ആൻഡ് 4 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്.